നമസ്കാരം. രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്നാണ് CPM-കാർ സ്ഥിരം മുദ്രാവാക്യം മുഴക്കാറ്. ആ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം ഇപ്പോൾ കേരളത്തിന് മനസ്സിലായി. രക്തസാക്ഷികളുടെ പേരിൽ വ്യാജ രസീതുണ്ടാക്കി പണം പിരിച്ച് നേതാക്കൾ പുട്ടടിക്കുന്നു. CPM എന്ന പാർട്ടി എങ്ങനെയാണ് ഈ നാട് കൊള്ളയടിക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. രക്തസാക്ഷി ഫണ്ടിൽ പോലും കൈയിട്ട് വാരി എന്ന് പറയുന്നത് CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്, അതും കണ്ണൂരിൽ. ഈ തരത്തിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയാണ് CPM അവരുടെ രക്തസാക്ഷികളെ അമർത്യരാക്കുന്നത്. ഈ പറയുന്ന രക്തസാക്ഷി ധൻരാജ്, ആ ധൻരാജിനെ കുറിച്ച് പറയുമ്പോൾ ഇയാളെ അക്രമികൾ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കകമാണ് BJPയുടെ പ്രവർത്തകനായിരുന്ന ശ്രീ CK രാമചന്ദ്രനെ CPM ഗുണ്ടാ സംഘം അതിനിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയത്. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ആ പഴയ കഥയിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. 2016 കൊല്ലപ്പെട്ട ധൻരാജ് ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ വരികയാണ്. പയ്യന്നൂരിലെ പാർട്ടി അന്വേഷിച്ച് തട്ടിപ്പുകാർക്കെല്ലാവർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. കൃത്യമായ പണാപഹരണം കണ്ടെത്തിയിട്ടും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. പാർട്ടി തീർപ്പാക്കി എന്നാണ്. കോടതിയും പോലീസും ഒക്കെ പാർട്ടിയാണ് എന്നുള്ളതാണ് CPMൻ്റെ ലൈൻ, നമുക്കെല്ലാവർക്കും അറിയാം. ഇതെല്ലാം തുറന്നു പറഞ്ഞ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ നാളെ മറ്റൊരു രക്തസാക്ഷി ആവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. കാരണം TP ചന്ദ്രശേഖരനെ വെട്ടി 51 വെട്ട് നമ്മൾ മറന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പണത്തോടുള്ള അത്യാർത്തി, അതാണ് കേരളത്തിലെ CPMൻ്റെ നേതാക്കന്മാരുടെ മുഖമുദ്ര. ആഡംബര ജീവിതം എന്നുള്ളത് അപമാനമേ അല്ലാതായിട്ടുണ്ട്. മാസപ്പടിയായി മക്കൾ വാങ്ങുന്ന കോടികൾ മുതൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വരെയാണ് ഇപ്പോഴത്തെ CPMൻ്റെ രീതി. സാക്ഷാൽ ശബരിമല അയ്യപ്പൻ്റെ മുതൽ കെട്ട ആളുകൾക്ക് പിന്നെ രക്തസാക്ഷി എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യം? അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കൊല്ലിനും കൊലക്കും ഇരയായവരുടെ കുടുംബാംഗങ്ങളുടെ ഇവരുടെയൊന്നും വികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾക്കൊരു പ്രശ്നമേ അല്ല. നാളെ ഈ CPM പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനുമൊക്കെ ഇറങ്ങുന്ന ആളുകൾ ഇതെല്ലാം ഓർമ്മിക്കുന്നത് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേട്ടല്ലോ, ശബരിമല കൊള്ളയിലെ 1-ാം പ്രതിയുമായിട്ട് മുൻ ദേവസ്വം മന്ത്രിയുടെ ബന്ധം, ആ ബന്ധം പുറത്തു വന്നപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ. MA ബേബി പാത്രം കഴുകിയാലൊന്നും CPMൻ്റെ ഈ പാപക്കറ കഴുകിക്കളയാനാവില്ല. ഹൈക്കോടതി പറഞ്ഞതുപോലെ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും തീരാത്ത കൊടും പാപങ്ങൾ, അങ്ങനെയുള്ള പാപങ്ങളാണ് CPM നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത്. കേരളം എന്നുള്ള ഏറെ വികസന സാധ്യതകളുള്ള ഒരു സംസ്ഥാനത്തെ ദശാബ്ദങ്ങൾ പുറകോട്ട് നടത്തി എന്നുള്ളത് മാത്രമാണ് ഇവർ ഇത്രയും കാലം നൽകിയിട്ടുള്ള കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവന. ഇതൊന്നും ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷവും കേരളത്തിലില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ ചിത്രസഹിതമാണ് പുറത്തു വന്നത്. ആരുടെ കള്ളപ്പണമാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ ചാക്കിൽ കെട്ടി എത്തിച്ച് വെളുപ്പിച്ചത്? നമുക്കറിയില്ല. എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? നിയമസഭയിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഒന്നും അറിയില്ല. അപ്പോൾ കക്കാൻ CPMും കാവലിന് കോൺഗ്രസും എന്ന സ്ഥിതിയിൽ നിന്ന് കേരളം പുറത്തു വന്നേ മതിയാകൂ. വിദ്യാസമ്പന്നരായിട്ടുള്ള കേരള ജനത ഇതെല്ലാം തിരിച്ചറിയണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.